നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതിയിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ നാടകീയമായ സംഭവങ്ങളാണ്. അതായത് മരിച്ചവരെ ജീവിപ്പിച്ചും ഇല്ലാത്തവരെ ഉണ്ടാക്കിയും അച്ഛൻ്റെ പേര് LMNOPQ എന്നും മേൽവിലാസം 00 എന്നൊക്കെ ആക്കി അധികാരം പിടിച്ച BJPക്കും അതിനവർക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ള പണികൾ ഇപ്പോൾ പടിപടിയായി എത്തുകയാണ്. കേവലം ഒരു തർക്കത്തിനപ്പുറം ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കേസിൻ്റെ ഹർജിക്കാരനായ യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയെയും ജസ്റ്റിസുമാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 2 വ്യക്തികളെ അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകളിൽ ഇവർ മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ജീവനോടെ കോടതിയിൽ ഇവർ ഹാജരായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എത്രത്തോളം പിഴവുള്ളതാണെന്ന് വ്യക്തമായി. ഈ 2 പേർ മരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അതിനാൽ ഇവരുടെ പേരുകൾ വോട്ടർ പട്ടികയിലില്ല. ദയവായി അവരെ കാണുക, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് യാദവ് പറഞ്ഞപ്പോൾ കോടതിയിൽ ഒരു നിമിഷം നിശബ്ദത തളം കിട്ടി. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, ജോയ് മല്യ ബഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന് പോലും ഈ നീക്കം അപ്രതീക്ഷിതമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണയായി വോട്ടർ പട്ടികയിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മരിച്ചവർ, താമസം മാറിയവർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർ എന്നിവരെ ഒഴിവാക്കി പട്ടിക പുതുക്കുക എന്നതാണ്. എന്നാൽ ബീഹാറിൽ നടന്ന SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രക്രിയ ഇതിന് വിപരീതമായി പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചവരായി പ്രഖ്യാപിച്ച് അവരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു. ഇത് കേവലം ഒരു സാങ്കേതിക പിഴവായി കാണാൻ കഴിയില്ല, മറിച്ച് ഇതൊരു ആസൂത്രിത നീക്കമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ബീഹാറിൽ മാത്രം 65 ലക്ഷം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഈ കണക്ക് 1 കോടി കടന്നേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വോട്ടവകാശ നിഷേധം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെയും വിശ്വാസ്യതയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി യാദവിൻ്റെ നീക്കത്തെ ഒരു നാടകമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. എന്നാൽ കോടതിയാകട്ടെ ഈ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഹർജിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതകളുണ്ടെന്ന് ബെഞ്ച് വിലയിരുത്തി. കൂട്ടത്തോടെ വോട്ടർമാരെ ഒഴിവാക്കുന്ന ഈ പ്രക്രിയയിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. പൗരന്മാർ നേരിട്ട് കോടതിയിൽ ഹാജരായി തങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് കാണിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കേസ് വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകൾ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലെന്നും മറിച്ച് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ സഹായിക്കും. കേസിൻ്റെ വാദം ഇപ്പോഴും തുടരുകയാണ്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ വിഷയത്തിലൊരു വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ.